ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇറ്റ്സ് ബിൻ റിയലി ലോങ് ടൈം സിൻസ് ഐ അപ്ലോഡഡ് എനി വീഡിയോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു റെസിപ്പി വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന്. വെറും ഒരു റെസിപ്പിയല്ല, പിന്നെ എനിക്ക് കുറേ കാലമായിട്ട് ആഗ്രഹമുള്ള സംഭവമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു കേക്ക് ബേക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം എൻ്റെ 15th ബർത്ത്ഡേക്ക് സാധിച്ചു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത്. So today's vlog is all about baking a cake for my birthday. Okay guys, it's my birthday, so officially it's my birthday. അപ്പോൾ നമുക്ക് ഒത്തിരി വൈകിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വി ആർ സ്റ്റാർട്ടിങ് ദ പ്രൊസീജിയർ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്തുനിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വയ്ക്കുക. എന്തുകൊണ്ടാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ആ റെസിപ്പിക്കകത്ത് അങ്ങനെയായിരുന്നു. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് സീവ് ചെയ്യുക. 3 വട്ടം സീവ് ചെയ്യണം എന്നൊക്കെയാണ്, പക്ഷെ ഞാനിവിടെ 1 വട്ടം സീവ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുകയാട്ടോ ചെയ്യുന്നത്. സീവ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് മിക്സാക്കി കൊടുത്താലും മതി. അങ്ങനെ അത് കംപ്ലീറ്റ്ലി മിക്സാക്കിയതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഡ്രൈ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കണം. ശരിക്കും റൂം ടെമ്പറേച്ചറായ മുട്ട മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊന്നും യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. മുട്ട നല്ല ഫ്ലഫി ആകുമ്പോഴാണ് നമ്മുടെ കേക്കൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ബീറ്റ് ചെയ്ത് കഴിയുമ്പം 1/4 കപ്പ് ഷുഗർ ഗ്രാജുവലി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് വിപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. നല്ല എന്താ പറയുക, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഗ്രാജുവലി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്ര സ്പീഡിലൊന്നും ഫോൾഡ് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ ഒന്ന് സ്ലോലി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ലോലി ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയി വരുന്ന സമയത്ത് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. എനിക്കിതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയില്ല. മേ ബി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അങ്ങനെ ഒരു മെഷർമെൻറ്റ് ആയിരിക്കും. ഞാൻ വിനീഗറിൻ്റെ കുപ്പിയുടെ അടപ്പിൽ കുറച്ചെടുത്തിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നല്ല ലൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് മൈദ ഒന്ന് തട്ടിയെടുത്തിട്ടാണ് ഇപ്പം പിന്നെ കേക്ക് ടീൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രൊസീജിയറൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളുടെ ഓവൻ സെറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക നമ്മുടെ ബാറ്റർ. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇറുക്കിലി കഷ്ണം കൊത്തി നോക്കുക. അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ്ലി കുക്കായി നടത്താം. പിന്നെ നമ്മൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ചിൽഡായിട്ടുള്ള ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റ്. അങ്ങനെ നല്ല ചിൽഡായിട്ടുള്ള ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല സ്റ്റിഫ് ബേക്സ് ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് എന്താ പറയുക, തട്ടിയാലൊന്നും താഴേക്ക് വീഴരുത്. അത്ര സ്റ്റിഫായിട്ട് ഇതുപോലെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ക്രീമൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ കംപ്ലീറ്റ്ലി തണുത്തിട്ടുണ്ടാവും. അതിനുശേഷം ആ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുക. ഇവിടെ എൻ്റെ കേക്കിന് കുറച്ച് ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ 2 ലെയേഴ്സായിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം കുറച്ച് ഹൈറ്റുള്ള പാനിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലെയറൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഒരു കുറച്ചാക്കി കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ ടേൺ ടേബിൾ എടുത്ത് വെച്ചു.
കേക്ക് ബോർഡാണെങ്കിൽ ഉണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് കുറേ എന്താ പറയുക പകുതിയോളം ഷുഗർ സിറപ്പും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് വെച്ചിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ഈ ലെവലാക്കുന്നതൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, കാരണം ഇത് ഫസ്റ്റായിട്ട് ചെയ്തൊരു കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര എക്സ്പേർട്ടായിട്ട് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് കളയുക. ഓക്കെ ഗൈസ്. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ലെയർ എടുത്ത് വയ്ക്കുക. അടുത്ത ലെയർ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഷുഗർ സിറപ്പ് അതിനകത്തേക്ക് എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫുൾ ഷുഗർ സിറപ്പും ഒഴിച്ചിട്ടില്ല, കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ക്രീം തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മേലെയും സൈഡിലും നമുക്ക് ക്രീമാക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ ഞാനിത് രാവിലെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്തിട്ട് ഫുള്ളി ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്രീമൊക്കെ എല്ലായിടത്തും തേച്ച് നല്ലപോലെ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ഇത് വൈകുന്നേരം വന്ന് കഴിഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ബാക്കിയുള്ള ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളി ഒരു എന്താ പറയുക ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫസ്റ്റ് കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലധികം പെർഫെക്ഷനൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സമയം എടുത്തിട്ടായിരുന്നു ഈ ഐസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ തന്നെ ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറേ ഫ്ലോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ കുഴിയൊക്കെ വീണുപോയി. അപ്പം അതിനകത്തൊക്കെ കുറച്ചുകൂടെ ക്രീമൊക്കെ തേച്ച് ലെവലൊക്കെ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ ഫുള്ളി ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പം അടുത്തടുത്തായിട്ട് കുറേ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് അങ്ങനെ കേക്കിൻ്റെ ബോർഡർ ഫുള്ളി ഫ്ലവേഴ്സ് ചെയ്തു. പിന്നെ പുറമേ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നതിൽ ഇതുപോലെ എന്താ പറയുക ഒന്ന് പ്രസ്സാക്കിയിട്ട് ഒരു സ്റ്റാർ ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഉള്ളിലും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിലും കൂടെ അതുപോലെ ഒന്ന് പ്രസ്സാക്കി സ്റ്റാർ ഡിസൈൻ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒരു 4 ബോ ഉണ്ടായിരുന്നു, സാറ്റിൻ റിബൺ വെച്ചാക്കിയ ബോ. അതും 4 കോർണേഴ്സിലും ആയിട്ട് എന്താ പറയുക ഫിക്സ് ചെയ്ത് കൊടുത്തു. കോർണേഴ്സ് പറഞ്ഞാൽ ഈ റൗണ്ട് കേക്കിനെ ഒരു ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ചിട്ട് അതിൽ 9, 6, 12 and 3 ആ ഒരു ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കുന്ന പോലെ ബോ ഒക്കെ വെച്ച് കൊടുത്തു. നല്ല പ്രിറ്റി ആയിട്ടുണ്ടായിരുന്നു കേക്ക്. അങ്ങനെ ബോ ഒക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ 15 എന്നൊക്കെ എഴുതി കൊടുത്തു. എഴുത്തൊക്കെ കണക്കാണ്, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചില്ലായതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോഴും ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സും എൻ്റെ കേക്കിൽ വെച്ച ബോസും ഒക്കെ ഭയങ്കര മാച്ചിങ് ആയിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ കേക്ക് ചെയ്തതിൽ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല പോസിറ്റീവ് എന്താ പറയുക റിവ്യൂസൊക്കെ ആയിരുന്നു എൻ്റെ കേക്കിനെ പറ്റിയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സോ ടാറ്റാ ബൈ ഗൈസ്, സീ ഇൻ അനദർ വീഡിയോ.